നിങ്ങൾ വിളിക്കേ എഴുതും കൊണ്ടാ വന്നിരിക്കുന്നത്. നിങ്ങൾ തമാശ കളിക്കണ്ട. ആരെങ്കിലും വിളിക്കും കേട്ടോ. ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ചേച്ചിനെ വിളിക്കും. എന്താ എവിടെ എന്താണ് നിന്റെ രണ്ട് പെങ്ങന്മാര് എന്റെ വീട്ടിലുണ്ടല്ലോ. രണ്ട് ചെറുതുമല്ലോ രണ്ട് പെങ്ങന്മാര് എന്റെ വീട്ടിലുണ്ടല്ലോ. അവരെന്തോ എന്നെ കൊണ്ട് ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കുന്നു. അറിയില്ല, ചോദിക്ക്. സംഭവം എന്താന്നൊക്കെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വീട്ടിലായിരുന്നു കൊണ്ടേ വിളിക്കാം. എനിക്ക് അതിന്റെ കേട്ടോ അവന്റെ അടുത്ത് പറയാം. അറിയില്ല, എന്തോ എന്തോ വീട്ടുകാരെ കുളിക്കുന്നു. ചേച്ചിയുടെ അടുത്ത് പറഞ്ഞാണ് അവള് വരുന്നത്. എനിക്ക് ടെൻഷനായി. ആവശ്യമില്ലാത്ത കേക്ക് തരാം. അല്ലേ, എനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് അറിഞ്ഞോ, ഞാൻ എനിക്ക് വെറുതെ അറിയാത്ത പോലെ ഇത് കാണിച്ചു തന്നെ. അതാണ് ഞാൻ ഉള്ളി കയറി. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നാണ്. ആരായിരിക്കും പറയും? അമ്മയോട് അമ്മയോ അറിയണം. പിന്നെ വേണ്ടപ്പെട്ടവരുണ്ട്. എന്നെ അറിയാത്ത വേണ്ടപ്പെട്ടവരുണ്ട്. എന്നെ വിളിച്ച് ഓർഡർ ചെയ്യുന്നത് ആലോചിച്ച് നോക്കി. ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ഒന്നിന്റെ സബി മാത്രം ആയിക്കോളൂ. സബിയിലല്ലാണ്ട് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ ഓർഡർ ചെയ്യില്ല. ചിലപ്പോ കുഞ്ഞാട്ടിന്റെ ഒരു ഓർഡർ ചെയ്ത അവരാരും തന്നെ കുഞ്ഞാട്ടൻ തന്നെ ഓർഡർ എന്നെ. കുഞ്ഞാട്ടൻ പറഞ്ഞ കുഞ്ഞാട്ടിന്റെ വൈഫ്. അത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അവരെക്കാളൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഞങ്ങളല്ല, ഞങ്ങളിന്ന് വേണ്ടപ്പെട്ടത്. അങ്ങനെയല്ല, അതിനെക്കാട്ടും നിങ്ങൾക്ക് നല്ല ബന്ധമുള്ള ഒരാള് തന്നാണ്. അതാര് പറയണം? അറിയില്ല. തുറന്നു നോക്കി ആരും മേടിക്കും. അതെന്തായാലും പറയില്ല. ആര് തന്നാലും ശരി, അവർക്കൊരു പ്രത്യേക അഭിനന്ദനം. ഞാൻ ആദ്യം നിങ്ങൾ ഇത് പറഞ്ഞില്ലേ, പറഞ്ഞപ്പോ ഇത് പിന്നെ നോക്കി അപ്പനോട് വണ്ടി കേക്ക് ഉണ്ടോ? എന്നാ പിന്നെ അപ്പൊ എന്തായാലും എന്താ പറയാ, ഇത് ഈ ഇത്രയും വർഷത്തിനുള്ളിൽ ആദ്യത്തെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് ഞാൻ കണക്കാക്കി വെക്കും കേട്ടോ. സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് മാത്രമല്ല, ഇത് ശരിക്കും പറയാം അനുഭവത്തിലൊരു ഒരു പ്രത്യേക ഏറ്റവും വലിയ നന്ദി ആദ്യം അവിടെ പറഞ്ഞോളെ. അത്ര ചേച്ചിമാരോട് അതാണ് വേണ്ടപ്പെട്ട ഇത്രയും വേണ്ടപ്പെട്ട ആൾ ഇവിടെ ഉണ്ടായിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ അടുത്ത വീടായി. നമ്മളും അടുത്ത വീടായി, റജീബും അടുത്ത വീടായി, കുഞ്ഞുമായിട്ടാണ് എല്ലാവരും അടുത്ത വീടായി. വേണ്ടപ്പെട്ട ആൾ ഇവിടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരിലെ മറ്റേ അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടോ? ഇത് കൂടെ പുറത്തല്ലേ, പിന്നെ നമ്മൾ സ്പെഷ്യൽ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ശരി, എന്തായാലും അത് ശരി. അപ്പൊ നിനക്ക് വൈകുന്നേരത്തെ അല്ലേ? അയ്യോ ശരി. അപ്പൊ ആരും കൂടെ പറഞ്ഞില്ല, അറിയിച്ചില്ല. അറിയിച്ചു എന്തായാലും അറിയൂ. അത് വേറെ പ്രത്യേക പരിപാടി ബിസിനസ് ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ആദ്യത്തേത് തണുപ്പൊക്കെ തണുപ്പോടെ വയ്ക്കാം. എങ്ങനെ അറിയില്ല, എനിക്കറിയില്ല. കൊണ്ടുവന്നേ ഇന്ന് ആദ്യമായിട്ട് കൂടിയതല്ലേ കേട്ടോ. പൈസ അറിയിച്ചു, പൈസ ഞാൻ പറഞ്ഞു തന്നു.